ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഫലം. അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നാശങ്ങളിലും ക്ലേശങ്ങളിലും താപങ്ങളിലും ഒക്കെ പെട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വിഷമിച്ച് കഴിയുന്ന ഒരു വലിയ ജനാവലി ഈ രാശിക്കാരായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക രാശിക്കാർക്ക് മെയ് മാസം. അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കണ്ടകശനിയൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം അത് മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ നിവൃത്തി സ്ഥാനത്തേക്കാണ് മാറുന്നത്. അങ്ങനെ ഗ്രഹങ്ങൾ മാറുന്നുണ്ട് എങ്കിലും പൂർണ്ണമായ ബലം ആയിട്ടില്ല. അതായത് ഈ മെയ് മാസം നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനായ, അതായത് വ്യാഴത്തിന് അഭയം കൊടുത്ത രാശിയുടെ അധിപനായ ശുക്രനും വ്യാഴത്തിനും സൂര്യ സാമീപ്യം കൊണ്ട് മൗഢ്യം വന്നു ചേർന്നിരിക്കും. അത് ചില കാര്യങ്ങൾക്ക് ദോഷങ്ങൾ ചെയ്യും. വ്യാഴം ബലവാനായി വരുന്നതേ ഉള്ളൂ. എങ്കിലും മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്ന അത്രയും തീഷ്ണത ഉണ്ടാവുകയില്ല ഇനിയുള്ള കാലം. ദോഷങ്ങളൊക്കെ മാറുവാനും തടസ്സങ്ങളൊക്കെ നീങ്ങുവാനും വിജയങ്ങൾ വന്നു ചേരുവാനും പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങുവാൻ തുടങ്ങുന്നു എന്ന് സ്വയം തോന്നുന്ന സമയമാണ് വരുന്നത്. അതായത് പല വിധത്തിലും മാനാപമാനങ്ങളും ഒക്കെ പെട്ട് കിടന്ന വിഷമിക്കുന്ന ഈ രാശിക്കാരായിരിക്കുന്നവർ സന്തോഷവും ഐശ്വര്യവും ശ്രേയസ്സും വന്നു ചേരും. വാഹന സംബന്ധമായിട്ടുമൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർ, അതായത് വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, അതിൽ നിന്നെല്ലാം കുറച്ച് മാറ്റങ്ങൾ വന്ന് സാമ്പത്തിക മേന്മ വന്നു ചേരുന്നതിന് യോഗം. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. അതിനോ ഒക്കെ ഉപരിയായിട്ട് വന്നു ചേരുന്ന പണം വേണ്ട രീതിയിലൊന്ന് വിനിയോഗിക്കുവാനും കുറച്ച് പൈസ ഒക്കെ മിച്ചം വരുവാനും കടം വീടുവാനും ഒക്കെ ആരംഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതിൽ നിന്ന് മുക്തരാകുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ്. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും യാത്രാമധ്യമൊക്കെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും ഉല്ലാസമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. തൊഴിൽ രംഗത്തും അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പേപ്പറുകളൊക്കെ ശരിയായി കിട്ടുന്നതിനും മറ്റും ചില തടസ്സങ്ങളും സൂചകമാണ്. കാലത്തിന് അനുസരിച്ച് പൊതുവെ ചൂട് കൂടിയിരിക്കുന്ന ഈ കാലം പെട്ടെന്ന് ഒരു കാലാവസ്ഥ ചേഞ്ച് ഉണ്ടാകുക വഴി ചില അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഒരു മുൻകരുതൽ എടുക്കുന്നതും വളരെ നല്ലതാണ്. അതായത് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ ചേഞ്ചുകൾ വരുമ്പോൾ അങ്ങനെയാണല്ലോ പതിവ്. ശ്രദ്ധിക്കുന്നവർക്ക് അത് ബാധകം ആയിരിക്കുകയും പുതുമയുള്ള വസ്ത്രങ്ങളും അതുപോലെ ആഭരണങ്ങളുമൊക്കെ വന്നു ചേരുന്നതിന് ഈ വൃശ്ചികം രാശിക്കാർക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. രാശിയുടെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, കൂടെ സർപ്പനുമുണ്ട്. അപ്പോൾ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമൊക്കെ നല്ലതാണ്.
മെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിസിൻ പഠിക്കുക മാത്രമല്ല, നഴ്സിംഗ്, മറ്റ് മെഡിക്കലുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങളിൽ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കുമൊക്കെ നല്ലതാണ്. അതുപോലെ കാർഷിക രംഗമായാലും മറ്റ് ഗവൺമെൻറ് ജോലിയായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ടും ഈ മെയ് മാസം അഭിവൃദ്ധികൾ വന്നു ചേരും. കൂടുതൽ അഭിവൃദ്ധിക്കായിട്ടും വിജയത്തിനായിട്ടും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, ക്ഷമ, വിട്ടുവീഴ്ച, അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ വിജയങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഗോചര ഫലങ്ങളാണ്. അധിക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ട് നടക്കാതെ വരുന്നു എങ്കിൽ, മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അവരുടെ ജാതകം കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. അത് തൊട്ടടുത്തുള്ള നല്ല ഒരു ജ്യോത്സ്യരെ കാണുകയോ ഒക്കെ ചെയ്താലും മതി. ജ്യോതിഷ കാര്യങ്ങൾക്ക് എൻ്റെ അടുത്ത് വരുന്നെങ്കിൽ നേരിട്ട് വരുന്നവർക്കും ഫോൺ വിളിച്ചും ഒക്കെ ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്.